Hi friends, Assalamualaikum. Welcome back to my channel. ഇന്ന് ഞാനൊരു പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു ചൈനീസ് ഫുഡാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഫിഷ് ആണ്. ഫിഷ് കൊണ്ടിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. ജിഞ്ചർ സോയ ഫിഷ് എന്നാണ് ഈ റെസിപ്പിയുടെ പേര്. അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫിഷാണ്. ഞാൻ എടുത്തിട്ടുള്ളത് പാറമീനാണ്. പാറ, വറ്റ അങ്ങനെയൊക്കെ പറയും. നമ്മളിവിടെ പാറമീൻ എന്നാണ് പറയുന്നത്. അപ്പം ഇതുപോലെ ബോൺലെസ് പീസസ് ഒരു ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ജിഞ്ചർ ചേർത്ത് കൊടുക്കുക. ജിഞ്ചർ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് ഒരു ലെമണിൻ്റെ ഹാഫ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കണം. ഇതിൽ നമ്മളിനി വേറെ യാതൊരു മസാലപ്പൊടികളും ചേർക്കുന്നില്ല. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. 10ൽ കൂടുതൽ ആയാലും കുഴപ്പമില്ല. ഞാനൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്നുള്ളൂ. ഇനി വേറൊരു പാത്രം എടുക്കുക. അതിലോട്ട് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷിനും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ലൂസ് ബാറ്ററാക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഫിഷ് മാരിനേഷൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. കൊടുത്ത് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ആ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും ഈ ബാറ്റർ പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. കൊടുത്തതിന് ശേഷം ഇത് നമ്മളൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക. പാത്രം ഹീറ്റായതിനു ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കണം. ഫിഷിൻ്റെ എല്ലാ ഭാഗം കുക്കാകത്തക്ക രീതിയിൽ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മളൊരു മിക്സറാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഫിഷ് ഗ്രേവിക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിക്സർ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് മിക്സാക്കി ഒരു ലൂസായിട്ടുള്ള ഒരു മിക്സറാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൂസായിട്ടുള്ള മിക്സറാക്കി നമ്മൾ നേരത്തെ തന്നെ ഇത് തയ്യാറാക്കി വെക്കണം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി ഈ ഫിഷിന് വേണ്ടിയിട്ടുള്ള തിക്ക് ഗ്രേവിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ആ സെയിം പാത്രവും സെയിം ഓയിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി കനം കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ഓയിലിലോട്ട് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഗ്രേവി ഉണ്ടാക്കുന്ന ടൈമിൽ തീ നല്ലതുപോലെ കുറച്ച് വയ്ക്കണം. ഇതിൻ്റെ ഒരു പച്ച ചവ മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർത്ത വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് സോയാ സോസ് ആഡ് ചെയ്യണം. ഞാൻ എടുത്തിട്ടുള്ളത് ഡാർക്ക് സോയാ സോസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് സോയാ സോസ് ഇല്ലെങ്കിൽ ലൈറ്റ് ആയാലും മതി. ഞാനിപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അരിപ്പൊടിയും കൊണ്ടിട്ടുള്ള ആ മിക്സർ, അത് നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണം. ആ മിക്സർ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കണം. എൻ്റെത് തിക്കായി പോയി, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കുറച്ച് വയ്ക്കണം ഈ ടൈമിൽ. നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഫിഷ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിക്കായിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഗ്രേവിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഗ്രേവിയുടെ കൂടെ ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം അത് വിട്ടു പോന്നോളും. ഇപ്പോൾ കാണാം നമ്മുടെ ഫിഷ് എല്ലാം നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇരിക്കുന്തോറും ഇത് ഒന്നുകൂടി തിക്കാവും. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൈനീസ് റെസിപ്പി ആയിട്ടുള്ള ജിഞ്ചർ സോയ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. കഴിക്കാനും ഇതുപോലെ നല്ല ടേസ്റ്റാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പം ഉടനെ തന്നെ വേറെ ഒരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.